വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടനത്തിന് താൻ നേരത്തെ എത്തിയതിൽ പരിഹസിച്ച പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. താൻ നേരത്തെ എത്തിയതിൽ ഒരു രാജവംശത്തിലെ മരുമകന് സങ്കടമാണെന്നായിരുന്നു രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രതികരണം. ഇന്നലെ രാജീവ് ചന്ദ്രശേഖർ വേദിയിലിരുന്നതിനെ ട്രോളി റിയാസ് രംഗത്തെത്തിയിരുന്നു. രാജവംശത്തിലെ മരുമകന് ഞാൻ നേരത്തെ വന്നതിലാണ് സങ്കടം. പ്രവർത്തകർ നേരത്തെ വന്നതുകൊണ്ടാണ് ഞാനും നേരത്തെ വന്നത്. സംസ്ഥാന പ്രസിഡന്റായ ഞാനും അവർക്കൊപ്പം വരണമെന്ന് തോന്നി. 8:45 അവിടെ എത്തി. എല്ലാവരും VIP ലോഞ്ചിലേക്ക് പോയി. എന്നാൽ എന്റെ പ്രവർത്തകരെ കാണണമെന്ന് പറഞ്ഞാണ് ഞാൻ നേരത്തെ വേദിയിൽ കയറിയത്. രാജ്യത്തിന്റെ പ്രധാന പദ്ധതി ഉദ്ഘാടനം ചെയ്യുമ്പോൾ പ്രവർത്തകർ ഭാരത് മാതാ കി ജയ് പറഞ്ഞു. ഒപ്പം ഞാനും ഭാരത് മാതാ കി ജയ് പറഞ്ഞു എന്നായിരുന്നു രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രതികരണം. ഇതെല്ലാം കാണുമ്പോൾ കമ്മ്യൂണിസ്റ്റ് രാജവംശത്തിന്റെ മരുമകന് സങ്കടമുണ്ടെങ്കിൽ ഡോക്ടറെ പോയി കാണണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വരും കാലത്ത് ധാരാളം സങ്കടപ്പെടേണ്ടി വരും. ഇവിടെ ഇനി ഉറക്കമുണ്ടാകില്ലെന്ന് ഇന്നലത്തെ പ്രസംഗത്തിൽ മോദി പറഞ്ഞത് ശരിയാണെന്നും ഇന്നലെ രാത്രി മുഴുവൻ CPM-കാർ തന്നെ ട്രോൾ ചെയ്യുകയായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വികസിത കേരളം ലക്ഷ്യമാക്കിയാണ് ഈ ട്രെയിൻ കുതിക്കുന്നതെന്നും അതിൽ ഇടതുപക്ഷത്തിന് വേണമെങ്കിൽ കയറാമെന്നും രാജീവ് ചന്ദ്രശേഖർ പറയുന്നു. തന്നെ പരിഹസിച്ച് എത്ര പോസ്റ്റുകൾ ഇട്ടാലും BJP-യെ കേരളത്തിൽ അധികാരത്തിലെത്തിക്കുമെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. എന്നെ എത്ര വേണമെങ്കിലും ട്രോളിക്കോളൂ, തെറി വിളിച്ചോളൂ, പക്ഷേ BJP-യുടെ ട്രെയിൻ വിട്ടു. ഇനി ഇത് വികസിത കേരളത്തിലെ അവസാനിക്കും. BJP-യെ കേരളത്തിൽ അധികാരത്തിലെത്തിച്ചതിന് ശേഷമേ ഞാൻ ഇവിടം വിട്ടുപോകൂ, രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത വിഴിഞ്ഞം ഉദ്ഘാടന വേദിയിൽ രാജീവ് ചന്ദ്രശേഖർ നേരത്തെ എത്തിയിരുന്നു. സംസ്ഥാന സർക്കാർ നൽകിയ ലിസ്റ്റിൽ രാജീവിന്റെ പേരില്ലായിരുന്നു. എന്നാൽ പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് രാജീവിന്റെ പേര് ഉൾപ്പെടുത്തിയത്.